കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകം അടിക്കരുത്. ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല. ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കല്യാണ കത്ത്, ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അത് ഗുരുവായൂർ ക്ഷണിച്ചവരെ. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും. അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി, ഒരു നമ്പർ തന്നു. ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി. 52 പേർക്കാണ് പെർമിഷൻ തന്നത്. ഞാൻ 78 പേരെ കൊണ്ടുപോയി. അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ച് കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ്, അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ അമ്പലത്തിൽ എത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു 20-25 കുടുംബങ്ങളോടാണ്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കത്തിയാളി കൊണ്ടിരിക്കുന്നു. കൊടും വേനലിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികളും പ്രചാരകരും പ്രവർത്തകരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജോലികളിൽ വ്യാപൃതരായി കഴിഞ്ഞിരിക്കുന്നു. ഏതു വിധേനയും എവിടെ നിന്നെല്ലാം എത്ര വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. ഏത് വിധേനയും വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏത് വിധേനയും എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും, അതായത് ഒരാളെ എങ്ങനെയാണ് കള്ളങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ച് വോട്ട് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതിനാൽ കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും നൽകാൻ സാധിക്കുന്നില്ലെങ്കിലും പല രീതിയിലുള്ള കള്ളപ്രചരണങ്ങളും ഈ രംഗത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ ഗംഭീരമായി തന്നെ കൊടും വേനലിന്റെ ചൂടിനെ തന്നെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു. ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മുൻ മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ, KPCC വക്താവും MP-യുമായ മുരളീധരൻ മത്സരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് CPI-യുടെ സുനിൽകുമാർ മത്സരിക്കുന്നു. സുനിൽകുമാർ മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. BJP-യെ പ്രതിനിധീകരിച്ച് ചലച്ചിത്ര താരം മുൻ രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപി മത്സരിക്കുന്നു. തികച്ചും ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് നടന്നത്. ഈ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ ഗുരുവായൂരിൽ എത്തുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ കാർന്നവന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ശ്രീ നരേന്ദ്രമോദി നടത്തി കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. എന്നാൽ ഗുരുവായൂരിൽ സുരേഷ് ഗോപി തന്നെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാസർഗോഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ നരേന്ദ്രമോദി ഗുരുവായൂരിൽ കല്യാണത്തിന് വരുന്നുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ആ ക്ഷണം നിരാകരിക്കുകയായിരുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എനിക്ക് സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണുള്ളത്. ഞങ്ങൾ ചലച്ചിത്രങ്ങളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി തന്റെ മകളുടെ കല്യാണത്തിന് എന്നെ ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്ന മറ്റൊരു വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ മറുപടി നൽകുന്ന അവസരത്തിൽ സുരേഷ് ഗോപി ഇത്തരം ഒരു കാര്യത്തിന് കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. തൃശ്ശൂരിൽ കഥകളി ആചാര്യൻ ഗോപി ആശാനെ കാണുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. ആ ആൾ ഗോപി ആശാന് പത്മഭൂഷൺ കിട്ടുന്നതിന് വേണ്ടി സഹായിക്കാം, സുരേഷ് ഗോപി അങ്ങയെ വന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഫോൺ ചെയ്തു എന്നാണ് ഗോപി ആശാന്റെ മകൻ രഘു FB പേജിൽ കുറിച്ചത്. എന്നാൽ ഇത് തെറ്റാണെന്നും സുരേഷ് ഗോപിക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമെന്നും താനാണ് സുരേഷ് ഗോപിയോട് പത്മശ്രീയുടെ കാര്യം സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ ഗോപി ആശാൻ തന്റെ FB പേജിൽ കുറിച്ചിരുന്നു. സുരേഷ് ഗോപി അതിൽ തെറ്റുകാരനല്ല എന്നുകൂടി ഗോപി ആശാൻ ചേർത്ത് പറയുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ വിവാദത്തിന് മറുപടി പറയുന്ന ഒരു അവസരത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ താൻ ഗുരുവായൂരിൽ തന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യം സുരേഷ് ഗോപി വെട്ടിത്തുറന്ന് പറഞ്ഞത്.
ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വാചകമടിക്കാറുണ്ട്. എന്താണ് തങ്ങൾ പറയുന്നത് എന്നുള്ള അർത്ഥവും അല്ലെങ്കിൽ അതിന്റെ സാങ്കത്യവും ഒന്നും നോക്കാതെ തന്നെ ജനങ്ങളെ വെറുതെ കബളിപ്പിക്കുവാൻ വേണ്ടി ചില ആളുകൾ വാചകമടിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തന്റെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. തന്റെ രക്തബന്ധത്തിൽപ്പെട്ട അടുത്ത ആളുകളെ മാത്രമാണ് ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചിരുന്നത്. ഗുരുവായൂരിൽ നരേന്ദ്രമോദി കല്യാണത്തിന് വരുന്നു എന്നതിലുപരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലവിലുള്ള പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആകെ 52 പേർക്കാണ് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ പ്രത്യേക പെർമിഷനോടുകൂടി 78ഓളം പേരാണ് അവിടെ സംബന്ധിച്ചത്. അതുകൊണ്ട് തന്നെ പലരെയും മാറ്റി നിർത്തേണ്ടി വന്നിരുന്നു. വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമാണ് താൻ ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചിരുന്നത്. എന്നാൽ അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നൽകിയ കല്യാണക്കുറി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം അൻപേ തെറ്റായിരുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തുറന്നു പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നതിനാൽ നരേന്ദ്രമോദിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഞാൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അത് പച്ചക്കള്ളമായിരുന്നു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് നേടി തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിലെത്തിയത്. ആ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ തള്ളിപ്പറഞ്ഞത്. നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ താൻ തന്റെ സുഹൃത്തായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഇത് ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടി, ആരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുപോലെ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. കാസർഗോഡ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേക നിറത്തിലുള്ള കുറിയും വസ്ത്രവും അണിഞ്ഞ് നടക്കാറുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, അത്രത്തോളം വിശ്വാസിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ, തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന ഉണ്ണിത്താൻ, ശുഭ്ര കുറികൾ ധരിക്കുന്ന ഉണ്ണിത്താൻ, ചൊവ്വാഴ്ച ചുവന്ന വസ്ത്രം ധരിക്കുന്ന ഉണ്ണിത്താൻ, ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രവും കുറികളും ധരിക്കുന്ന ഉണ്ണിത്താൻ, ഇതുപോലെ വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രങ്ങളും മഞ്ഞക്കുറിയും ധരിക്കുന്ന ഉണ്ണിത്താൻ, വെള്ളിയാഴ്ച ചുവന്ന വസ്ത്രം ധരിക്കുന്ന ഉണ്ണിത്താൻ, ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ കുറിയോ അണിയുന്ന ഉണ്ണിത്താൻ, ഇതുപോലെ ഓരോ ആഴ്ചകൾക്കും ഓരോ പ്രത്യേക നിറത്തിലുള്ള കുറിയും വസ്ത്രവും അണിയുന്ന ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കുറികൾ പിന്നീട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല. അതായത് 4 വോട്ടിന് വേണ്ടി തന്റെ വിശ്വാസ സങ്കല്പങ്ങളെ, ആചാര അനുഷ്ഠാനങ്ങളെ വരെ മറച്ചു പിടിക്കുവാൻ തയ്യാറാകുന്ന ഉണ്ണിത്താന്റെ വാക്കിലെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നതിനാൽ നരേന്ദ്രമോദിയോടൊപ്പം ഒരു വേദി പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ തന്നെയാണ് ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ, കാസർഗോഡ് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് ഇനിയും കിട്ടണം, ഇതുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ സാധിക്കണം, താൻ നരേന്ദ്രമോദിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലൂടെ നടത്തിയത് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപി ഒരു കാര്യം തീർത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കിയ ക്ഷണക്കത്തുകൾ പരിശോധിക്കാം, ഓരോരുത്തർക്കും അയച്ച ക്ഷണക്കത്തുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ആരെയൊക്കെ ഏതൊക്കെ വേദികളിലേക്കാണ്, 3 വേദികളിലായാണ് സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് റിസപ്ഷൻ ചടങ്ങുകൾ നടത്തിയത്. ഗുരുവായൂരിൽ കല്യാണം. ഇതിൽ ഏതിലേക്കൊക്കെയാണ്, ആരെയൊക്കെയാണ് ക്ഷണിച്ചത് എന്ന് നിങ്ങൾക്ക് കല്യാണക്കുറികൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യവുമില്ലാതെ 4 വോട്ടിന് വേണ്ടി തള്ളിമറിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നൊരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവച്ചത്. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ പത്മശ്രീക്ക് സംബന്ധിച്ചൊരു വിവാദത്തിന് ഒരു സത്യാവസ്ഥ പുറത്തു വന്നു. അതായത് ഗോപിയാശാൻ തന്നെ വെളിപ്പെടുത്തി. ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും ഞാനൊന്നും പറയില്ല. പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ആ മാന്യത. കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത്, വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകം അടിക്കരുത്. ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല.
ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കല്യാണ കത്ത് ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അത് ഗുരുവായൂർ ക്ഷണിച്ചവരെ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും. അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി, ഒരു നമ്പർ തന്നു. ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി. 52 പേർക്കാണ് പെർമിഷൻ തന്നത്. ഞാൻ 78 പേരെ കൊണ്ടുപോയി. അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ച് കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ്, അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ അമ്പലത്തിൽ എത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു 20-25 കുടുംബങ്ങളോടാണ്. ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ 5 പേര് അവരും അല്ലാതൊരു 15 പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത്, നരേന്ദ്രമോദി അല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ 84 റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ. അതിന് ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർക്ക്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറ. ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം. ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത്. ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പാരമ്യതയാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും അല്ല. പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല. സാധിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 11 അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. കിട്ടും. ചില പാവങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന അയ്യോ ഇവർക്ക് പത്മശ്രീ കിട്ടിയത്, ഇവരെന്താണ് ചെയ്തത്, 10 ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന് വരെ